ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. 2-3 പേരൊക്കെ കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടണമെന്നും പറഞ്ഞ്, റൂബിയും ദേവയും തമ്മിലുള്ള വീഡിയോസ് ഇടണമെന്നും പറഞ്ഞു. ഇതൊരു വൈകുന്നേര സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ദേവ ഇവിടുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ കയറി വന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സംഭവം ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ രംഗമാണ് ഇപ്പോൾ കാണുന്നത്. ആളാണെങ്കിൽ നല്ല വിശന്നിരിക്കുന്ന സമയമാണ് ഇപ്പോഴേ. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറയ്ക്കാൻ കൊടുക്കും. റൂബിക്ക് എന്ത് കൊടുത്താലും റൂബി കഴിക്കും. കാരണം എന്ന് വെച്ചാൽ റൂബിക്ക് ഭയങ്കര വിശപ്പാണ് എപ്പോഴും. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടുന്നതും എല്ലാം പെറുക്കി തിന്നലാണ് ഇവളുടെ ജോലി. ഇപ്പൊ ഇതിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചാടി പെരണ്ടി അതിനകത്ത് കയറി നോക്കുന്നത്. ദേവയ്ക്ക് റൂബിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്തൊക്കെ ഇവൾക്ക് പേടിയുണ്ട് കേട്ടോ. റൂബി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനായിട്ട് ചെല്ലും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര പേടിയാണ്. ചില സമയത്താണെങ്കിൽ രണ്ട് തമ്മിൽ അടയും ചക്കരയും പോലാണ്, ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നതാണ്. ഈ ഓട്ടം കാണുമ്പോൾ തന്നെ അറിയില്ല, അവൾക്ക് നല്ല പേടിയാണ്, എന്നാൽ പേടിയില്ലാതാനും രണ്ടും ഉണ്ട്. ചില സമയത്ത് അവളെ ഉപദ്രവിക്കും, ചില സമയത്ത് അവൾ ഇവളെ ഉപദ്രവിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാണ്. എന്നാൽ റൂബിക്ക് എന്നേലും ഇഷ്ടം നമ്മുടെ ദേവയോട് തന്നെയാണ് കേട്ടോ. ദേവ എവിടെ ഉണ്ടോ അവിടെ നമ്മുടെ റൂബിയും ഉണ്ടായിരിക്കും. കുറച്ചു നേരമൊക്കെ അകത്ത് നിന്ന് കളിച്ചിട്ട് ഇവർ രണ്ടും കൂടെ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. ദേവയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഓടി നടക്കാനാണ്. അതുപോലെ തന്നെ റൂബിക്കും ഓടി നടക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഇവിടെ നല്ല ഗ്രൗണ്ടായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നന്നായിട്ട് ഓടി രണ്ടുപേരും കിതച്ചൊക്കെയാണ് ഇരിക്കുന്നത്. ലാസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഓടും. അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി തന്നെ. ഇന്നത്തെ ദിവസം നമ്മുടെ ദേവയുടെ ഉടുപ്പൊക്കെ കടിച്ചു പറിച്ചിട്ടുണ്ടായിരുന്നു. ദേഷ്യം വന്നു കഴിഞ്ഞാൽ റൂബി ദേവയുടെ ഉടുപ്പൊക്കെ പിടിച്ച് പറിക്കും, എന്നിട്ട് കടിച്ച് മുറിച്ചങ്ങ് കളഞ്ഞേക്കും. അത് തന്നെയാണ് ഇവിടുത്തെ പരിപാടി. ചില സമയത്ത് രണ്ടു പേർക്കും ഒരു കുഴപ്പവും കാണത്തില്ല, അടങ്ങിയിരിക്കും. ചാടി അവിടുന്ന് എന്തെങ്കിലും ഒന്ന് റൂബിയെ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അവൾ നന്നായിട്ട് ദേവനെ ഉപദ്രവിക്കും. ഉപദ്രവം എന്ന് പറഞ്ഞാൽ അവളെ ഓടിക്കും, അത് തന്നെയാണ് മെയിൻ കാര്യം. അല്ലെങ്കിൽ അവളുടെ ഉടുപ്പ് കടിച്ച് പറിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അവളെ ഉപദ്രവിക്കത്തൊന്നുമില്ല, അല്ലാതെ കടിക്കുകയോ മാന്തുക അങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. റൂബി അവളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അവളെ മാന്തത്തൊന്നുമില്ല കേട്ടോ. കുഞ്ഞിലെയൊക്കെ ആണെങ്കിൽ മാന്തുമായിരുന്നു. ഇപ്പം അവൾ ഉടുപ്പ് കടിച്ച് പറിക്കത്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല, പിന്നെ ഓടിക്കും. ഇച്ചിരി കൂടെ വളർന്നു വരുമ്പോൾ ഒക്കെ ശരിയായിരിക്കും അല്ലേ. ഇത് കണ്ടോ വിടത്തേ ഇല്ല അവളുടെ ഉടുപ്പ് ഇങ്ങനെ കടിച്ച് പറിച്ച് എങ്ങനെയെങ്കിലും അത് കീറാൻ നോക്കും. അപ്പോൾ ദേവ ഇരുന്ന് കരയുമല്ലോ, ആ കരയുന്നത് കാണാനാണ് റൂബിക്ക് ഇഷ്ടം. എന്നാലും ദേവ വെറുതെ വിടത്തില്ല കേട്ടോ, വീണ്ടും ചെല്ലും നിറച്ചുകൊണ്ട് കണ്ടോ. കുറേയൊക്കെ സ്നേഹിക്കും, കുറേയൊക്കെ ഓടും. ഇത് തന്നെ ഇവിടുത്തെ അവസ്ഥ. രണ്ടുപേരെ ഒരുമിച്ച് ഇരുത്താൻ കൊള്ളത്തില്ല എന്ന് സാരം. ആദ്യമൊക്കെ ഞാൻ ഇവളെ കൂട്ടിൽ കയറ്റി ഇടുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ഇടാറില്ല. കൂട്ടിൽ കയറ്റി ഇട്ടാൽ കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് കുരയ്ക്കും. അതുകൊണ്ട് കൂട്ടിൽ ഇടാറില്ല, എപ്പോഴും വെളിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അകത്ത് മാറിയിരിക്കും. ഓട്ടമൊക്കെയാണ്. രണ്ടുപേരും തമ്മിൽ മാക്സിമം അടുപ്പിച്ചിരുത്താതിരിക്കാൻ നോക്കും. ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഇടിയാണ്. അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഇരുത്താറില്ല കൂടുതൽ നേരം. വേറെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരാൾ വേണം. അതുകൊണ്ട് തന്നെ രണ്ടുപേരെ ഒരുമിച്ച് ഇരുത്തത്തുമില്ല. ചില സമയത്ത് ഇവളെ കാണത്തൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ പോയി കളിക്കുന്ന കാണാം തനിയെ. ദേവ ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കടിച്ചു പറിച്ചൊക്കെ മുറ്റത്തൊക്കെ കൊണ്ടിടും. ഇത് തന്നെ ഇവളുടെ പരിപാടി. ദേവനെ ഇഷ്ടം എന്താ? വൈകുന്നേരം ഒരു 5-5:30 സമയത്തൊക്കെയാണ് ഇവർ കൂടുതലും കളിക്കുന്നത്. കാരണം ഞാൻ ആ സമയത്തെ ഒരുമിച്ച് ഇരുത്താറുള്ളൂ. ആ സമയം ഇവർ രണ്ടുപേരും നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്യും. ദേവയ്ക്ക് എപ്പോഴും തടയിക്കൊണ്ടിരിക്കണം, റൂബിയുടെ തല ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കണം, അല്ലെ ചെവി പിടിച്ച് വലിക്കും. ചില സമയത്ത് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ റൂബി ആണെങ്കിൽ
ഇവളിട്ട് ഓടിക്കും. പക്ഷെ എന്നാലും മാക്സിമം നമ്മുടെ റൂബി ആണെങ്കിൽ ഇരുന്ന് കൊടുക്കും കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അവൾ ഇരുന്ന് കൊടുക്കും. തലയൊക്കെ പിടിച്ച് മസാജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെവിയിലിങ്ങനെ പിടിക്കും, കണ്ട ചെവിയിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. തല മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അടങ്ങിയിരിക്കും കേട്ടോ. അവൾ ഇങ്ങനെ കണ്ട് ദേവയുടെ മുമ്പിൽ മാറി ഇങ്ങനെ കിടക്കുന്നത് തന്നെ അവൾ തടകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ ചെവിയിലൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ദേഷ്യം വരും. ദേവ എപ്പോഴും ചെവിയിലാണ് പിടിക്കാറുള്ളത്. അപ്പം അവൾക്ക് ദേഷ്യം വരും. അപ്പം അവളിട്ട് ഓടിക്കും. ദേവി മാത്രം മാന്താതിരിക്കും. ആരെ മാന്തലെന്ന് പറ. ആര് മാന്തലും ദേവ മാന്തല്ലെന്നാ. അത് കൊള്ളാം ദേവേ. ഇടയ്ക്ക് ദേവ റൂബീനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. മാന്തരുത്, ആരെ മാന്തിയാലും അവളെ മാന്തരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. ദേവയുടെ ഒരു സ്വകാര്യതയാണ് റൂബിയുമായിട്ടുള്ള. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഇന്നലെ നമ്മൾ റൂബിക്ക് കഴിക്കാൻ മേടിച്ചതാണ് കേട്ടോ. ഇത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇന്നും ഇന്നലെ ആയിട്ട് ഇവൾ മൊത്തം തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.